Next section, first module next section ആണ് orthogonal trajectories. So first നമ്മൾ orthogonal trajectories ന്റെ definition ആണ് പറഞ്ഞേക്കുന്നത്. Definition ഇതാണ്: if a surface is given with the equation f of x y z is equal to 0 and a system of curves on it, then a system of curves, each of them will lies on the surface f and cut every curve of the given system at right angles are called the system of orthogonal trajectories on the surface f of the given system of curves. ഇവിടെ orthogonal trajectories ന്റെ definition. അപ്പോൾ orthogonal trajectories നമ്മൾ ചുമ്മാ പറയാറില്ല, നമ്മൾ എഴുതിയപ്പോൾ അങ്ങനെ എഴുതുന്നുള്ളൂ. orthogonal trajectories of a system of curves on a given surface. ഇതാണ് ശരിക്കും നമ്മൾ orthogonal trajectories പറയുന്നത്. അതായത് ഒരു സർഫസ് നമുക്ക് കാണും, ആ സർഫസിൽ നമുക്കൊരു സിസ്റ്റം ഓഫ് കർവ്സ് കാണാം. ആ സിസ്റ്റം ഓഫ് കർവ്സിനെ റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന വേറൊരു സിസ്റ്റം ഓഫ് കർവ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓർത്തോഗോണൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്കൊരു സർഫസ് എഫ് എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ട്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ 0 ഈസ് എ ഗിവൺ സർഫസ്. ഈ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സോളിഡ് ആയിട്ടുള്ള ഏത് ഒബ്ജക്ട്സിനെ നമുക്ക് സർഫസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ സ്ഫിയർ ഒരു സർഫസ് ആണ്, ക്യൂബ് ഒരു സർഫസ് ആണ്, ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു സർഫസ് ആണ്. അങ്ങനെ സർഫസിന് കുറെ എക്സാമ്പിൾസ് നമുക്കുണ്ട്. അപ്പൊ സ്ഫിയർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ഫിയറിൽ നമുക്ക് എന്ത് ചെയ്യാം, കർവ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് കർവ്സ്, ആദ്യം ഒരു സർഫസ് എടുത്തു, ആ സർഫസിൽ ഒരു സിസ്റ്റം ഓഫ് കർവ്സ് എടുത്തു. ആ സിസ്റ്റം ഓഫ് കർവ്സിനകത്തുള്ള ഓരോ കർവിനെയും റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന വേറൊരു സിസ്റ്റം ഓഫ് കർവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. ഞാനിവിടെ പറഞ്ഞേക്കുന്നത് ഈ സിസ്റ്റം ഓഫ് if a surface is given with the equation f of x y z equal to 0 and a system of curves on it, then a system of curves, each of them will lies on the surface f and cut every curve of the given system at right angles are called the system of orthogonal trajectories on the surface f of the given system of curves. ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് പറയുന്ന ഒരു ഗിവൺ സർഫസ് ഉണ്ട്, ആ സർഫസിൽ നമുക്കൊരു സിസ്റ്റം ഓഫ് കർവ്സ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് കർവ്സിലെ ഓരോ കർവിനെയും റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന ഈ സർഫസിൽ തന്നെയുള്ള വേറൊരു സിസ്റ്റം ഓഫ് കർവ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. ഓർത്തോഗണൽ ട്രജക്ടറീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഗിവൺ സർഫസിൽ തന്നെയുള്ള കർവ്സ് ആണ്, സിസ്റ്റം ഓഫ് കർവ്സ് ആണ്. അത് നമുക്ക് തന്നേക്കുന്ന സിസ്റ്റം ഓഫ് കർവ്സിനകത്ത് ഓരോ കർവിനെ എന്ത് ചെയ്യും, ഓർത്തോഗണലി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർലി കട്ട് ചെയ്യും. ഓർത്തോഗണലി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർലി അതിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അറ്റ് റൈറ്റ് ആംഗിൾസ് ഇത് കട്ട് ചെയ്യുന്നുണ്ട് ഓരോ കർവിനും. ഇപ്പൊ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സിനകത്തുള്ള ഓരോ കർവിനും റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന വേറൊരു സിസ്റ്റം ഓഫ് കർവ്സ് ഓൺ ദ സെയിം സർഫസ്, അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ റൈറ്റ് ആംഗിൾസ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോഗണലി കട്ട് ചെയ്യുക. അതായത് അതുകൊണ്ടാണ് അതിന് ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്നുള്ള പേര് വന്നത്. ഓർത്തോഗണലി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർലി കട്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. അതിന്റെ എക്സാമ്പിൾ ആണ്, ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പ്ലെയിനാണ്, അപ്പൊ പ്ലെയിൻ എടുത്തു, എക്സ് വൈ പ്ലെയിൻ എടുത്തു, അവിടെ കോൺസെൻട്രിക് ആയിട്ടുള്ള കുറച്ച് സർക്കിൾസ്, ഇതിങ്ങനെ നീണ്ടു പോകാം കേട്ടോ. അപ്പൊ കോൺസെൻട്രിക് ആയിട്ടുള്ള കുറെ സർക്കിൾസ് എടുത്തു. അപ്പൊ ആ കോൺസെൻട്രിക് സർക്കിൾസിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അതായത് എന്താ, ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത് ലൈൻസ് പാസിംഗ് ത്രൂ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന, അതായത് എക്സ് വൈ പ്ലെയിൻ ആണ്, എക്സ് വൈ പ്ലെയിന്റെ ഒറിജിൻ സെന്റേർഡ് ആയിട്ടുള്ള കുറെ കോൺസെൻട്രിക് സർക്കിൾസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ആ കോൺസെൻട്രിക് സർക്കിൾസിന്റെ അപ്പൊ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ഏതാ, ഈ കോൺസെൻട്രിക് സർക്കിൾസ് ആണ് നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കോൺസെൻട്രിക് സർക്കിൾസിനെ ഓർത്തോഗണലി കട്ട് ചെയ്യുന്ന വേറൊരു സിസ്റ്റം ഓഫ് കർവ്സ് ആണ് എന്താ, നമ്മുടെ സ്ട്രേറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ എന്ന് പറയുന്നത്. ഈ സ്ട്രേറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ട്രജക്ടറീസ് ഓഫ് ദ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ്. ആ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെന്റർ ഒറിജിൻ സെന്റേർഡ് ആയിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ്. അതിനെ ഓർത്തോഗണലി കട്ട് ചെയ്യുന്ന കർവ്സ് ആണ്, സിസ്റ്റം ഓഫ് കർവ്സ് ആണ് സ്ട്രേറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ഈ സ്ട്രേറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആർ ദി ഓർത്തോഗണൽ ട്രജക്ടറീസ് ഓഫ് ദ ഗിവൺ കോൺസെൻട്രിക് സർക്കിൾസ് സെന്റേർഡ് അറ്റ് ഒറിജിൻ നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മൾ പറഞ്ഞേക്കുന്ന സർഫസ് എന്ന് പറയുന്ന ഒരു പ്ലെയിനാണ്, ഒരു പ്ലെയിനിലുള്ള സിസ്റ്റം ഓഫ് ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മളിപ്പോ ഈ തിരിച്ചും പറയാം, അതായത് ഈ സർക്കിൾസ് എല്ലാം നമ്മുടെ ഗിവൺ കർവ്സ് എന്ന് വെച്ചു. നമ്മുടെ ഗിവൺ കർവ്സ് കോൺസെൻട്രിക് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻസ് ആണെങ്കിൽ അതിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെന്റർ ഒറിജിൻ ആയിരിക്കും അതിന്റെ ഓർത്തോഗണൽ ട്രജക്ടറി. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ സർക്കിളിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെന്റർ ഒറിജിൻ ആയിട്ടുള്ള അതിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ സ്ട്രേറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ഒറിജിൻ, ആ സിസ്റ്റം ഓഫ് കർവ്സിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെന്റേർഡ് അറ്റ് സർക്കിൾസ് വിച്ച് ആർ സെന്റേർഡ് അറ്റ് ഒറിജിൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇനി ഒരു സെക്കൻഡ് എക്സാമ്പിൾ, ഇവിടെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലുള്ള തന്നെ
രണ്ട് കോൺസെപ്റ്റ് XY പ്ലെയിനിലുള്ള തന്നെ ഇത് കൂട്ടാണ് കർവ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹൈപ്പർബോള പോലെ ഇതുണ്ടോ ഇങ്ങനെ ഇതെടുത്തു, എലിപ്സ് പോലെ ഒരു ഷേപ്പ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് കർവ്സ് ഉണ്ട്. ഇങ്ങനെ ഇതൊരു കർവ്, ഇതൊരു കർവ്, ഇങ്ങനെ കുറെ കർവ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് ഈ എലിപ്റ്റിക്കൽ രീതിയിൽ കിടക്കുന്ന ഈ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും അടുത്ത ഓർത്തോഗണൽ ട്രജക്ടറി ഉണ്ട്. ഇപ്പൊ ഓർത്തോഗണലി ആണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്യുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കണ്ടറിയാം ഓർത്തോഗണലി ആണ് അതിനെ കട്ട് ചെയ്തേക്കുന്നത്. ഇതാണത്. ശരിക്കും ഓർത്തോഗണലി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈ പോയിന്റ് നമ്മൾ എടുക്കുകയെന്ന് വെച്ചോ, ഈ പോയിന്റിൽ ഈ കർവിനെ ഓർത്തോഗണലി കട്ട് ചെയ്തു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ശരിക്കും 90 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ലാത്തതുകൊണ്ട് 90 ഡിഗ്രി പറ്റില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഈ കർവിന്റെ ടാൻജന്റ് വരയ്ക്കും അറ്റ് ദിസ് പോയിന്റ്, ആൻഡ് അഗെയിൻ നമ്മുടെ ഈ കർവിന്റെ ടാൻജന്റ് വരയ്ക്കും അറ്റ് ദിസ് പോയിന്റ്. അപ്പൊ ആ രണ്ട് ടാൻജൻസും പെർപെൻഡിക്കുലർ ആണെങ്കിലാണ് നമ്മൾ പറയുക ദിസ് കർവ് കട്ട്സ് ദിസ് കർവ് ഓർത്തോഗണലി എന്ന് പറയുക. അപ്പൊ ടാൻജൻസ് അറ്റ് ദാറ്റ് പോയിന്റ്, രണ്ട് കർവിന്റെ ടാൻജൻസ് നമ്മൾ ആ ഗിവൺ പോയിന്റിൽ വരയ്ക്കും. ആ ടാൻജൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ നമ്മൾ പറയും ദിസ് കർവ് കട്ട്സ് ദിസ് കർവ് അറ്റ് റൈറ്റ് ആംഗിൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റൈറ്റ് ആംഗിളിലാണ് കട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ടാൻജൻസ് വെച്ചിട്ട് ടാൻജൻസ് ആ പോയിന്റിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ പറയും these two curves cut at right angles നമ്മൾ പറയും. ഇതൊരു ഓർത്തോഗണൽ ട്രജക്ടറീസ് എക്സാമ്പിൾ ആണ്. ഇവിടെ ഏത് രണ്ട് കട്ട്, ഏത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് നമ്മൾ നോക്കിയാലും അവിടെ എല്ലാം ടാൻജൻസ് ടാൻജൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പൊ ടാൻജൻസ് ഒക്കെ അറിയാലോ അല്ലെ. ടാൻജന്റ് എന്ന് പറഞ്ഞിട്ട് ഗിവൺ കർവിനെ ഒറ്റ വൺ പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു കർവ് അറ്റ് ടാൻജന്റ് അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ദാറ്റ് ടച്ചസ് ദ കർവ് അറ്റ് ജസ്റ്റ് വൺ പോയിന്റ്. അതായത് ഒറ്റ പോയിന്റിൽ മാത്രം ആ കർവിനെ ടച്ച് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. അതായത് ആ ഒരു ടാൻജന്റ് അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടാൻജന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാസിംഗ് ത്രൂ ദ ഗിവൺ പോയിന്റ് ആണ്. അത് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർവിലുള്ള ആ പോയിന്റിനെ അല്ലാതെ വേറൊരു പോയിന്റിനെയും ആ ലൈൻ കട്ട് ചെയ്യാൻ പാടില്ല. അതാണ് ടാൻജന്റിന്റെ ഡെഫിനിഷൻ. ഇത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ പറഞ്ഞേക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ് സ്ഫിയർ നമ്മൾ പറഞ്ഞു, സർഫസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. സ്ഫിയർ ഈസ് എ സർഫസ്. അപ്പൊ സ്ഫിയറിന്റെ കേസിലുള്ള ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുണ്ട് ഇങ്ങനെയുള്ള ലൈൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു പോള്, ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും. അപ്പൊ നോർത്ത് പോളും സൗത്ത് പോളൂടെ കണക്ട് ചെയ്യുന്ന ലൈൻസ് അതാണ് ഈ ഇങ്ങനെ വരച്ചിരിക്കുന്നത്, വെർട്ടിക്കലി പോയേക്കുന്ന ലൈൻസ്. അതുപോലെ ഹൊറിസോണ്ടലി പോയേക്കുന്നത് എന്താ, സർക്കിൾസ് ആണ്. ഈ സർക്കിൾസും ഇതും ശരിക്കും സർക്കിൾസ് നമുക്ക് പറയാൻ പറ്റും. ഇതിങ്ങനെ പോയിട്ട് അപ്പുറത്തൂടെ വന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും സർക്കിൾസ് ആണ്. ഇത് വെർട്ടിക്കലി വരച്ചേക്കുന്ന സർക്കിൾസ്, ഇത് ഹൊറിസോണ്ടലി വരച്ചേക്കുന്ന സർക്കിൾസ് ഓൺ എ സ്ഫിയർ. അപ്പൊ ഇത് രണ്ട് എന്തായിരിക്കും, ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ്. സിസ്റ്റം ഓഫ് ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് നമുക്ക് പറയാൻ പറ്റും ഓൺ എ സ്ഫിയർ. അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിൾസും ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിൾസും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിൾസ് ഇതിൽ കൂടെ പാസ് ചെയ്യണം, നോർത്ത് പോളിൽ കൂടെയും സൗത്ത് പോളിൽ കൂടെയും പാസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സർക്കിൾസും ഇങ്ങനെ ഹൊറിസോണ്ടലി നമ്മൾ ആ സ്ഫിയറിന്റെ സർഫസിൽ വരയ്ക്കുന്ന സർക്കിൾസും എന്തായിരിക്കും, ഓർത്തോഗണൽ ട്രജക്ടറീസ് ടു ഈച്ച് അതർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും, ഒരു ഗ്ലോബ് ആയിരിക്കും അല്ലെ. ഗ്ലോബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ആണ് ഇത് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ഒരു ഗ്ലോബ് എന്ന് പറയുന്നത് ഗ്ലോബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് ശരിക്കും ഇത്. അപ്പൊ ഒരു ഗ്ലോബ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പെറിക്കൽ ഷേപ്പിൽ നമ്മൾ ഗ്ലോബിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഗ്ലോബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഓർത്തോഗണൽ സിസ്റ്റം ഓഫ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. ഇതാണ് ഗ്ലോബ്. അപ്പൊ ഗ്ലോബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും, ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ആണ് ഇതൊക്കെ. ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും, ഓർത്തോഗണൽ ട്രജക്ടറീസ് ഓഫ് ദി സ്ഫിയർ ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഓർത്തോഗണൽ ട്രജക്ടറീസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ഓൺ എ സർഫസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർത്തോഗണൽ ട്രജക്ടറീസിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം. അപ്പൊ അവിടെ നമുക്കൊരു ഗിവൺ സർഫസ് ഉണ്ട്, f of x y z equal to 0 എന്ന് പറഞ്ഞൊരു ഗിവൺ സർഫസ് ഉണ്ട്. ഈ സർഫസിലുള്ള കുറച്ച് കർവ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സിസ്റ്റം ഓഫ് കർവ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ സിസ്റ്റം ഓഫ് കർവ്സിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഓർത്തോഗണൽ ട്രജക്ടറീസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ എപ്പോഴും ഒരു സർഫസും കാണും, ആ സർഫസിലുള്ള ഒരു സിസ്റ്റം ഓഫ് കർവ്സും നമുക്ക് കാണും. അപ്പൊ ആ സിസ്റ്റം ഓഫ് കർവ്സിന്റെ ഈ സെയിം സർഫസിലുള്ള ഓർത്തോഗണൽ ട്രജക്ടറീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ സിസ്റ്റം നമുക്ക് തന്നേക്കുന്ന സിസ്റ്റം ഓഫ് കർവ്സിനെ ഓർത്തോഗണലി കട്ട് ചെയ്യുന്ന ഈ സർഫസിൽ തന്നെയുള്ള വേറൊരു സിസ്റ്റം ഓഫ് കർവ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഈ ഓർത്തോഗണൽ ട്രജക്ടറീസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം അതാ. അതായത് നമുക്കൊരു ഗിവൺ സർഫസ് കാണും, ആ ഗിവൺ സർഫസിലുള്ള ഒരു സിസ്റ്റം ഓഫ് കർവ്സ് കാണും. ആ സിസ്റ്റം ഓഫ് കർവ്സിനോട് ഓർത്തോഗണലി കട്ട് ചെയ്യുന്ന, ആ സിസ്റ്റം ഓഫ് കർവ്സിനെ ഓർത്തോഗണലി കട്ട് ചെയ്യുന്ന വേറൊരു സിസ്റ്റം ഓഫ് കർവ്സ് നമുക്ക് കണ്ടുപിടിക്കണം.
അതിനു വേണ്ടി നമുക്കറിയാം, നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു സർഫസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെയുള്ള ഒരു കർവ്സ് നമുക്ക് സിസ്റ്റം ഓഫ് കർവ്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ സിസ്റ്റം ഓഫ് കർവ്സ് ആകുമ്പോൾ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രണ്ട് പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കർവ് കിട്ടുക. അപ്പൊ രണ്ട് പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് കർവ്. അപ്പൊ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ഇന്റർസെക്ട്, ഈ എഫ് എന്ന് പറയുന്ന പ്ലെയിൻ സർഫസും ജി എന്ന് പറയുന്ന സർഫസും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്തു. അതായത് രണ്ട് സർഫസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കർവ് കിട്ടുക. അപ്പൊ നമുക്കൊരു ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ഉണ്ട്. ആ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ഈ എഫിന്റെയും ജിയുടെയും ഇന്റർസെക്ഷൻ ആണ് നമ്മളങ്ങ് എടുക്കുക. അപ്പൊ എഫ് എന്ന് പറയുന്ന സർഫസ് ആണ് നമ്മുടെ ഗിവൺ സർഫസ് ആണ്. ഈ സർഫസിലുള്ള കർവ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഈ കർവ് എന്ന് പറയുമ്പോൾ വേറൊരു സർഫസ് നമുക്ക് വേണം, എഫ് മാത്രം പോരാ. അപ്പൊ ഒരു സർഫസ് ആരാ, എഫ് ആ. ഈ കർവിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഒരു സർഫസ് എന്ന് പറയുന്ന എഫ് ആണ്. പിന്നെ ഒരു സർഫസ് കൂടെ വേണം, അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, ജി ആയിട്ട് എടുത്തു. അപ്പൊ എഫിന്റെയും ജിയുടെയും കൂടെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന സിസ്റ്റം ഓഫ് കർവ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഇത്ര ഓർത്ത് വെച്ചാൽ എഫിലുള്ള കർവ്സ് ആണ് നമുക്ക് ഉള്ളത്. ആ സിസ്റ്റം ഓഫ് കർവ്സ് ആണ്. അപ്പൊ സിസ്റ്റം ഓഫ് കർവ്സ് ആകുമ്പോൾ അവിടെ രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ടാണ് കർവ് കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെ സർഫസ് ആയിട്ട് നമ്മൾ ഏതെടുത്തു, ജി ഓഫ് എക്സ് വൈ സെഡ് നമ്മൾ എടുത്തു. പിന്നെ ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്നുമില്ല, നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്. അപ്പൊ അതിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് ആണ് എഫ്. അതുപോലെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് ആണ് ജി. എഫിന് 3 വേരിയബിൾസ് ആണുള്ളത്, എക്സ്, വൈ ആൻഡ് ഇസഡ്. അപ്പൊ നമ്മൾ ഗ്രേഡിയന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വെക്ടർ. ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ ഇസഡ്. അതായത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഒരു വെക്ടർ ഫോമിൽ എഴുതുന്നതാണ് ആക്ച്വലി ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എഫിന്റെ ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡ്. അതുപോലെ ജിയുടെ ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ എക്സ് ഡോ ജി ബൈ ഡോ വൈ ആൻഡ് ഡോ ജി ബൈ ഡോ ഇസഡ്. നമുക്കറിയാം ടാൻജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കർവിലെ ഒരു പോയിന്റിലുള്ള ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർവിലെ ആ ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്താ പറയാ, ടാൻജന്റ് എന്ന് പറയുന്നത്. അതുപോലെ നോർമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടാൻജന്റിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റിൽ വരുന്ന, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ ടാൻജന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടാൻജന്റിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഗിവൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ നോർമലിന്റെയും ടാൻജന്റിന്റെയും ഡയറക്ഷൻ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പൊ ടാൻജന്റ് ഈസ് ഓർത്തോഗണൽ ടു എന്താണ്, നോർമൽ ആണ്. നമ്മളിവിടെ പറയുന്നത് നോർമലി പറയാൻ കാര്യം, ഈ ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർമലിന്റെ ഡയറക്ഷൻ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട. ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നോർമലിന്റെ ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് എഫ് എടുത്ത് ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് ജി എഴുതി. ഈ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ് ശരിക്കും ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ടാൻജന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസിന്റെ നോട് പ്രൊപ്പോർഷണൽ ആയിട്ട് ഡയറക്ഷൻ കൊസൈൻസിന്റെ ഡയറക്ഷൻ. അപ്പൊ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എടുത്തു. ഗ്രേഡിയന്റ് വെക്ടർ ആണ് ഇത് എഫ് ആണ്. ഇത് ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് ജി ആണ്. ഇത് ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർമലിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നത് ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ്. ടാൻജന്റിന്റെ ഡയറക്ഷനുള്ള വെക്ടറാണ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ് ആക്ച്വലി ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് ദീസ് വാല്യൂസ് ആണ് നമുക്ക്, ബോത്ത് ദീസ് വെക്ടേഴ്സ് നമുക്ക് പറയാം. ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഈസ് ഓർത്തോഗണൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ ഇസഡ് ആണ്. ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഈസ് ഓർത്തോഗണൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഡോ ജി ബൈ ഡോ വൈ ഡോ ജി ബൈ ഡോ ഇസഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും 0 ആയിരിക്കും. ഇതിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ എഴുതിക്കുന്നത്. ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ എക്സും ഈ ഒരു എഫിന്റെ ഗ്രേഡിയന്റ് വെക്ടറും ടാൻജൻഷ്യൽ ഡയറക്ഷനോടെയുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. സെക്കൻഡ് എഴുതിയിരിക്കുന്നത് ജിയുടെ ഗ്രേഡിയന്റ് വെക്ടറും ടാൻജൻഷ്യൽ ഡയറക്ഷനോടെയുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെയും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈക്വൽ ടു 0. നെക്സ്റ്റ് നമുക്കുള്ളത് ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് ജി ആണ്. അപ്പൊ ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് ജി എന്ന് പറയുന്നതും ടാൻജൻഷ്യൽ ഡയറക്ഷനോട് ഓർത്തോഗണൽ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും എന്തായിരിക്കും, അഗെയിൻ 0 ആയിരിക്കും. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈക്വൽ ടു 0. ഇത്രയും നമ്മൾ എഴുതി. നമ്മൾ ഇതിന്റെ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആ ടാൻജൻഷ്യൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ ടാൻജൻഷ്യൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡയറക്ഷൻ റേഷ്യോസ് ആണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡയറക്ഷൻ കൊസൈൻസിനോട് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന വാല്യൂസിനാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് ആ ലൈൻ
എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസിനോട് മേക്ക് ചെയ്യുന്ന ആംഗിൾസിന്റെ കൊസൈൻ വാല്യൂസ്, അതായത് ആൽഫയാണ് ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് വെച്ചു, ബീറ്റ ആണ് വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആൻഡ് ഗാമയാണ് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്കിൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ആ ഒരു ട്രിപ്പിളിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഡയറക്ഷൻ കൊസൈൻസിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഏത് വെക്ടറിനെയും നമ്മൾ വിളിക്കുന്നതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഡി എക്സ് മുകളിൽ എഴുതി, ആദ്യം ഡി എക്സ് മുകളിൽ എഴുതി, അതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ഇത്രയേ ഉള്ളൂ. ഡി എക്സ് നമ്മൾ എഴുതുമ്പോൾ ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ നോക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും, ഡി വൈയുടെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡി സെഡിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ഡി സെഡിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡി വൈയുടെ കോഎഫിഷ്യന്റ്, അതായത് എന്താ, ഡി എക്സ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ് മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഡി എക്സ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ് മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഡി വൈ എടുക്കുമ്പോൾ ഡി എക്സ് എടുത്തപ്പോൾ നമ്മൾ എങ്ങനെ എടുത്തത്, ഇത് ഇൻറ്റു ഇതാ ചെയ്തത്, ഡി വൈ എടുക്കുമ്പോൾ മാത്രം നമ്മൾ ആ ഓർഡർ തിരിച്ചെടുക്കും, അതായത് ഡി വൈ എടുക്കുമ്പോൾ ഡി വൈയുടെ കോഎഫിഷ്യൻസ് നമ്മൾ നോക്കിയല്ല, പിന്നെ എന്ത് ചെയ്യും, ഡി സെഡിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡി സെഡിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ നമ്മൾ ശരിക്കും ഡി എക്സ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് നോക്കിയത്, ഡി വൈ എടുക്കുമ്പോൾ എന്ത് ചെയ്തു, ആ ഓർഡർ എടുത്ത ഓർഡർ തിരിച്ചെടുത്തു, ആദ്യം വെള്ളത്ത് തന്നെയാണ് എടുക്കുന്നത്, അപ്പൊ ഓർഡർ മാത്രം ജസ്റ്റ് ഇത് ഇൻറ്റു ഇതും അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അതാണ് നമ്മളവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ ഡിവൈഡ് ഇത്, അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും നമ്മൾ ശരിക്കും എന്താണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന ആ സെയിം മെത്തേഡാണ് നമ്മൾ ഇവിടെ ഈ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ഇത് മാറ്റും, ഇവിടെ ഒരു കോളം റോയും മാറ്റും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കോളം മാത്രം ഡിലീറ്റ് ചെയ്തു, ബാക്കിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഉള്ള പോലെ തന്നെ ഒരു 2x2 മെട്രിക്സ് ആയിട്ടത്. അപ്പൊ ഇത് ഇൻറ്റു ഇത്, അപ്പൊ ഇവിടെ ഡി വൈ വരുമ്പോൾ സെക്കൻഡ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ, സെക്കൻഡ് കോളം സെക്കൻഡ് റോയും മാറ്റിയിട്ട് മൈനസ് ഓഫ് ഡാറ്റ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ഇടുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഓർഡർ ചേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മൈനസ് ഡി വൈ ഇട്ടിട്ട് മൈനസ് ഡി വൈ ബൈ ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇതെന്ന് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ മൈനസ് ഇടാതെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഓർഡർ ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ ഓർഡർ മൈനസ് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഡി വൈ എഴുതി ബൈ ആ ഓർഡർ നമ്മളങ്ങ് റിവേഴ്സ് ചെയ്തു. അപ്പൊ ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ് നമ്മൾ ചെയ്തു. അപ്പൊ അതാണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഡി ഇസഡ് എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ, അപ്പൊ ഡി ഇസഡ് ബൈ ഡി ഇസഡിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ നോക്കുന്നില്ല, പിന്നെ എന്ത് വരും, ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡി വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് ഡി വൈയുടെ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡി എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ ഡി ഇസഡ് ബൈ എന്ത് വരും, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഡി എക്സ് ബൈ നമുക്ക് എന്താ കിട്ടിയത്, ഡി എക്സ് എടുക്കുമ്പോൾ ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കിയില്ല, ഡോ എഫ് ബൈ ഡോ വൈ ഇവിടെ വന്നു ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ് വന്നു മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ വന്നു. അതുപോലെ ഡി വൈ എടുക്കുമ്പോൾ ഡി വൈയുടെ കോഎഫിഷ്യൻസ് നോക്കുന്നില്ല, പിന്നെ വരുന്നത് ഡി വൈ ബൈ ഡോ എഫ് ബൈ ഡോ എക്സ്. ഡി വൈ എടുക്കുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് അല്ല, ഡി വൈ എടുക്കുമ്പോൾ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ് വന്നു. ഡി ഇസഡ് എടുക്കുമ്പോൾ ഡി ഇസഡിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ നോക്കുന്നില്ല, പിന്നെ ഇത് രണ്ടും ഉള്ളത്. അപ്പൊ ഡി ഇസഡ് ബൈ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു. ഇത്രയും നമ്മൾ കിട്ടി. ഇതാണ് ടാൻജൻഷ്യൽ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പി ഡി എഫ് ജസ്റ്റ് നോക്കാം. അപ്പൊ പി ഡി എഫിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഓർത്തോഗണൽ ട്രജക്ടറീസ്, ആദ്യം നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇഫ് എ സർഫസ് ഇസ് ഗിവൺ വിത്ത് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആൻഡ് എ സിസ്റ്റം ഓഫ് കർവ്സ് ഓൺ ഇറ്റ്, then we can find a system of curves each of them lying on surface 1 and cut every curve of the given system at a right angles. Right angles means orthogonally. The new system of curves are called the system of orthogonal trajectories on the surface 1 of the given system of curves. നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്താണെന്നുള്ളതാണ് ജസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇനി let the given system of curves be the intersection of the given surface f of x y z equal to 0 with the surface g of x y z equal to 0. അപ്പൊ നമുക്കൊരു സിസ്റ്റം ഓഫ് കർവ്സ് ഉണ്ട്, അത് നമ്മൾ എഫിന്റെയും ജിയുടെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് എടുത്തത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. അപ്പൊ ഇവിടുത്തെ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഡി എക്സ് ബൈ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഡി എക്സ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജി ബൈ ഡോ ഇസഡ് മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജി ബൈ ഡോ വൈ
equal to dy by dou f by dou z into dou g by dou x minus dou f by dou x into dou g by dou z equal to dz by dou f by dou x into dou g by dou y minus dou f by dou y into dou g by dou x നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഈ ഒരു ഇത്രയും ഒരു ടേമിനെ നമുക്ക് ഡോ ഓഫ് എഫ് കോമ ജി ബൈ ഡോ ഓഫ് വൈ കോമ ഇസഡ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ഒരു ടേമിനെയാണ് നമ്മൾ ഡോ ഓഫ് എഫ് കോമ, ഇവിടെ എഫ് ആണ് ആദ്യം വരിക, ജി ആണ് രണ്ടാമത് വരിക രണ്ടിടത്ത്. അപ്പോൾ അതാണ് നമ്മൾ എഫ് ആദ്യം ജി എഴുതി രണ്ടാമത് എഴുതി. ഇവിടെ വൈ ഇസഡ് വൈ ആണ് ആദ്യം, ഇസഡാണ് രണ്ടാമത്. അതുകൊണ്ടാണ് ഇവിടെ ഡോ ഓഫ് വൈ ഇസഡ്. അപ്പോൾ ഡോ ഓഫ് എഫ് ജി ബൈ ഡോ ഓഫ് വൈ ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് മീൻ ചെയ്യുന്നത് ഓർത്തോണം. പിന്നെ നമുക്ക് അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ എഴുതാം, ഡോ ഓഫ് എഫ് കോമ ജി ബൈ ഡോ ഓഫ് ഇസഡ് കോമ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ ഇതിനെ ഡോ ഓഫ് എഫ് കോമ ജി ബൈ ഡോ ഓഫ് എക്സ് കോമ വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതി. അപ്പൊ ഡി എക്സ് ബൈ ഡോ ഓഫ് എഫ് കോമ ജി ബൈ ഡോ ഓഫ് വൈ കോമ ഇസഡ് ഈക്വൽ ടു ഡി വൈ ബൈ ഡോ ഓഫ് എഫ് കോമ ജി ബൈ ഡോ ഓഫ് ഇസഡ് കോമ എക്സ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഡോ ഓഫ് എഫ് കോമ ജി ബൈ ഡോ ഓഫ് എക്സ് കോമ വൈ നമുക്ക് കിട്ടി. നമ്മൾ 5 ആയിട്ട് എടുത്തു. അപ്പൊ ദ കർവ്സ് ഓർത്തോഗണൽ ടു ദ ഗിവൺ ഫാമിലി ഓഫ് കർവ്സ്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത്, ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ് കിട്ടിയത്. നമ്മൾ ഇത് ശരിക്കും എന്തിന്റെ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ്. നമ്മുടെ ഈ സിസ്റ്റത്തിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള ഫാമിലി ഓഫ് കർവ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ഡി സെഡ് ഡാഷ് അങ്ങനെ എടുത്തു എന്ന് വെച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഓർത്തോഗണൽ കർവ് എവിടെ തന്നെ കിടക്കുന്നതാണ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള കർവില് സർഫസിൽ ആരുമുണ്ട്, ഓർത്തോഗണൽ ട്രജക്ടറീസ് ഉറപ്പായിട്ടും കിടക്കും. നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സിനോട് ഓർത്തോഗണൽ ആയിട്ട് ആ സെയിം സർഫസിൽ വരുന്ന കർവ്സിനെയാണ് നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സിനോട് ഓർത്തോഗണൽ ആയിട്ട് വരുന്ന കർവ്സ് എവിടെയുള്ള കർവ്സ് തന്നെയാ, എഫ് എന്ന് പറയുന്നത് നമ്മുടെ സർഫസിലുള്ള കർവ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എഫിന്റെ കേസിൽ ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ഡി സെഡ് ഡാഷ് എന്നുള്ളത് നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എഫിന്റെ ഗ്രേഡിയന്റ് വെക്ടറിനോട് ഈ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്തായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാം, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡാഷ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡാഷ് പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഡാഷ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്കറിയാം എക്സിന്റെ ഈ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സും ഇപ്പൊ നമുക്ക് കിട്ടുന്ന കർവ്സ് എന്താണ്, ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. അതിന്റെ രണ്ടിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്തായിരിക്കും, ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതിന് രണ്ടിന്റെ ടാൻജൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് പറയാം ഡി എക്സ് ഡി വൈ ഡി സെഡ് ആൻഡ് ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ഡി സെഡ് ഡാഷ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. അതായത് എന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 വരും. ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഡാഷ് പ്ലസ് ഡി വൈ ഇൻറ്റു ഡി വൈ ഡാഷ് പ്ലസ് ഡി സെഡ് ഇൻറ്റു ഡി സെഡ് ഡാഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അതായത് ഡോ എഫ് ജി ബൈ ഡോ വൈ സെഡിന് ഡി എക്സ് ഡി വൈ ഡി സെഡിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് ആര്, ഡോ എഫ് ജി ബൈ ഡോ വൈ സെഡ്, ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് എക്സ് ആൻഡ് ഡോ എഫ് ജി ബൈ ഡോ എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ആ ഡി എക്സ് ഡി വൈ ഡി സെഡിന് പകരം അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടും പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡോ എഫ് ജി ബൈ ഡോ വൈ സെഡ് ഇൻറ്റു ഡി എക്സ് ബാർ ഇസ് പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് എക്സ് ഇൻറ്റു ഡി വൈ ബാർ പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ എക്സ് വൈ ഇൻറ്റു ഡി സെഡ് ബാർ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 0 കിട്ടി. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ 7 ആയിട്ട് എടുത്തു. നമ്മൾ 6 and 7 കമ്പൈൻ ചെയ്യുക. അപ്പൊ അതിൻ്റെ നമ്മൾ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്, 6 എന്ന് പറയുന്നത് ഏതായിരുന്നു, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡാഷ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡാഷ് പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി സെഡ് ഡാഷ് ഈക്വൽ ടു 0 ആണ്. 7 എന്ന് പറയുന്നത് ഡോ എഫ് ജി ബൈ ഡോ വൈ ഇസഡ് ഇൻറ്റു ഡി എക്സ് ഡാഷ് പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് എക്സ് ഇൻറ്റു ഡി വൈ ഡാഷ് പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആയി. അഗെയിൻ നമുക്ക് ഇവിടെ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഡി എക്സ് ഡാഷ് ഡി വൈ ഡാഷ് ഡി സെഡ് ഡാഷിനോട് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന 3 വാല്യൂസ് നമുക്ക് കിട്ടും. നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡി എക്സ് ഡാഷ് ബൈ അതിന് നമ്മൾ ജനറലി ഡി എക്സ് ഡാഷ് ബൈ പി ഈക്വൽ ടു ഡി വൈ ഡാഷ് ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ഡാഷ് ബൈ ആർ എന്ന് എടുത്തു. അപ്പൊ നമുക്ക് നോക്കിയാൽ നേരത്തെ നമ്മൾ റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ 6 ആൻഡ് ഇക്വേഷൻ 7 ആണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ പിയുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഏതാ, ഡോ എഫ് ബൈ ഡോ വൈ, അതായത് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ എക്സ് വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് എക്സ് വരും. ഡി വൈ ഡാഷിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ വൈ ഇസഡ് മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ എക്സ് വൈ വരും. ആൻഡ് ഡി സെഡ് ഡാഷ് ബൈ ഡി ആറിന്റെ ഡി സെഡ് ഡാഷിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ വൈ ഇസഡ് നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് 6 and 7 ഇക്വേഷൻസ് വെച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഡി എക്സ് ഡാഷിന്റെ ഡിനോമിനേറ്റർ വരുമ്പോൾ ഡി എക്സ് ഡാഷിന്റെ കോഎഫിഷ്യന്റ് നോക്കുന്നില്ല, ഡി വൈ ഡാഷിന്റെ ഡി സെഡ് ഡാഷിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ഡി വൈ ഡാഷ് വരുമ്പോൾ ഡി വൈ ഡാഷിന്റെ ഡിനോമിനേറ്റർ വരുമ്പോൾ നമ്മൾ ആ ഓർഡർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധാരണ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഓർഡർ റിവേഴ്സ് ചെയ്തു. അതായത് ഇത് ആദ്യം ചെയ്തു മൈനസ് ഇതിൻ്റെ ഇത് അപ്പൊ അങ്ങനെ ചെയ്തു. അതുപോലെ ഡി എസ് ഡാഷ് വരുമ്പോൾ ഡി എസ് ഡാഷിന്റെ കോഎഫിഷ്യൻസ് നോക്കുന്നില്ല, ഡി എക്സിന്റെ ഡി വൈയുടെയും കോഎഫിഷ്യന്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അപ്പൊ അത്
അതായത് ഡയറക്ഷൻ റേഷ്യോസ് dx dy dz ഓഫ് ദി ഓർത്തോഗണൽ ട്രജക്ടറീസ് അപ്പൊ എന്ത് വരും dx by p equal to dy by q equal to dz by r. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വേറൊരു സർഫസിന്റെ ഇക്വേഷൻ കിട്ടും. ആ സർഫസും നമ്മുടെ ഗിവൺ സർഫസ് എഫിന്റെയും കൂടി ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന സർഫസ് ആയിരിക്കും കർവ് ആയിരിക്കും നമ്മുടെ റിക്വയർഡ് സിസ്റ്റം ഓഫ് ഓർത്തോഗണൽ ട്രജക്ടറീസ്. ഇവിടെ ഒന്നുമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ നമുക്ക് ആദ്യം ഉള്ളത് എഫ് എന്ന് പറഞ്ഞൊരു സർഫസ് ഉണ്ട്. അപ്പൊ എഫ് എന്നുള്ള സർഫസ് ഉണ്ട്, ആ സർഫസിലുള്ള ഒരു ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ഉണ്ട്. അപ്പൊ ഗിവൺ സിസ്റ്റം ഓഫ് കർവ്സ് ആയതുകൊണ്ട് ആ കർവിനോട് കർവ് ആകുമ്പോൾ അത് രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ഒരു സർഫസ് ഉറപ്പായിട്ട് നമ്മുടെ ഗിവൺ എഫ് ആണ്. അപ്പൊ മറ്റേ സർഫസ് ആയിട്ട് നമ്മൾ ജി എടുത്തു. എഫിന്റെയും ജിയുടെയും കൂടി ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന കർവ് ആണ് എന്താ നമ്മുടെ സിസ്റ്റം ഓഫ് കർവ്സ്. ഇതിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള സിസ്റ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കർവ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അതപ്പോ എവിടെയുള്ള കർവ് തന്നെ എഫ് എയിലുള്ള കർവ് തന്നെയാണ്. എഫ് എയിലുള്ള കർവ് ആകുമ്പോൾ മറ്റേ കർവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തോടെ മതി എഫ് കൂടാതെ വേറൊരു സർഫസും കൂടെ കിട്ടിയാൽ മതി. ആ സർഫസ് ആണ് നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കുന്നത്.